നിങ്ങൾ ജാവാസ്ക്രിപ്റ്റിലെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡെവലപ്പർ ആണെന്നുണ്ടെങ്കിൽ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അഡ്വാൻസ്ഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കുമല്ലോ വരിക. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റിന്റെ കുറച്ച് അഡ്വാൻസ്ഡ് ടോപ്പിക് വിത്ത് എക്സാമ്പിൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. നമ്മൾ ഓൾറെഡി ജാവാസ്ക്രിപ്റ്റിന്റെ അഡ്വാൻസ്ഡ് ടോപ്പിക് ലൈക്ക് അസിൻക്രണസ് അവൈറ്റ് പ്രോമിസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ജാവാസ്ക്രിപ്റ്റിന്റെ ഈ അഡ്വാൻസ്ഡ് കോൺസെപ്റ്റിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഫണ്ടമെന്റൽ ആയിട്ട് മസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ് ഫസ്റ്റ് നോക്കാം. ഇത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഞാൻ ചാപ്റ്റേഴ്സ് കൊടുത്തേക്കാം, ഈ ഒരു പോർഷൻ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് ജാവാസ്ക്രിപ്റ്റിൽ അല്ലെങ്കിൽ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും എന്താണ് സ്കോപ്പ് എന്ന് നോക്കാം. സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇപ്പൊ നമ്മൾ നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റ് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വേരിയബിൾ എവിടെയൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ വേരിയബിളിന്റെ വിസിബിലിറ്റി എങ്ങനെയാണ്, അതിനെയാണ് നമ്മൾ സ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി 3 ടൈപ്പ് സ്കോപ്പ് ഉണ്ട് ജാവാസ്ക്രിപ്റ്റില്: ബ്ലോക്ക് സ്കോപ്പ്, ഗ്ലോബൽ സ്കോപ്പ്, ഫംഗ്ഷൻ സ്കോപ്പ് ഓർ ലോക്കൽ സ്കോപ്പ്. അപ്പോൾ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും കേട്ടോ. അപ്പൊ നമുക്ക് ബ്ലോക്ക് സ്കോപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ലെറ്റും കോൺസ്റ്റും കീവേഡ് നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും. ജാവാസ്ക്രിപ്റ്റിലെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ വാർ, ലെറ്റ്, കോൺസ്റ്റ് കീവേഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ലെറ്റും കോൺസ്റ്റും കീവേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ECMAScript 2015 അപ്പൊ അതിനുശേഷമാണ് അത് മൂലം വന്നതാണ് ഈ ബ്ലോക്ക് സ്കോപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് ഒരു കേർലി ബ്രേസസിന്റെ ഉള്ളിലാണെങ്കിൽ, ഇപ്പൊ കേർലി ബ്രേസസ് എന്ന് പറഞ്ഞാൽ ഈഫ് ലൂപ്പുകൾക്ക്, ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പിലൊക്കെ നമ്മൾ കേർലി ബ്രേസ് യൂസ് ചെയ്തിട്ടല്ലേ ആ ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു ബ്ലോക്കിന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന ആ വേരിയബിൾ ബ്ലോക്കിന്റെ അകത്ത് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ബ്ലോക്കിന്റെ പുറത്തേക്ക് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അവിടെ നമുക്കൊരു റെഫറൻസ് എറർ ആയിരിക്കും വരിക. അതായത് കേർലി ബ്രേസസിന്റെ ഉള്ളിൽ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസ്, അതാണ് ബ്ലോക്ക് സ്കോപ്ഡ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഈ വേരിയബിൾസിന് ഈ ബ്ലോക്കിന്റെ പുറത്ത് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഫസ്റ്റ് ഒരു ഈഫ് കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യാം. ഞാനൊരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തു. ഇതിന്റെ അകത്ത് ഞാൻ മൈ നെയിം എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് കൊടുത്തു. ഇനി ഞാൻ ഈ ബ്ലോക്കിന്റെ പുറത്തൊരു കൺസോൾ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണ്. ഈ മൈ നെയിമിനെ ഒന്ന് പ്രിന്റ് ചെയ്യാം കേട്ടോ. ഇപ്പൊ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം മൈ നെയിം ഈസ് നോട്ട് ഡിഫൈൻഡ്. അതായത് ഈ ഒരു ബ്ലോക്കിന്റെ പുറത്തേക്ക് നമുക്ക് ഇതിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇനി നമുക്കിത് ബ്ലോക്കിന്റെ ഉള്ളിലേക്ക് ഒന്ന് കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്താൽ കൊടുക്കണ്ടോ, വേരിയബിളിനെ എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതാണ് പറയുന്നത് ബ്ലോക്ക് സ്കോപ്ഡ് വേരിയബിൾസ്. അതായത് കേർലി ബ്രേസസിന്റെ ഉള്ളിൽ, ഒരു ബ്ലോക്കിന്റെ ഉള്ളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്ന വേരിയബിൾസിനെ നമുക്ക് പുറത്തേക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇനി രണ്ടാമത്തത് ഫംഗ്ഷൻ സ്കോപ്ഡ് വേരിയബിൾ ആണ്. അതിന് ഞാനൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുവാണ്, ടെസ്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നെയിം കൊടുക്കുന്നത്. ഇതിന്റെ അകത്ത് എഗെയിൻ ഞാനൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുവാണ്, കോൺസ്റ്റ് ഈക്വൽ ടു മൈ നെയിം തന്നെ കൊടുക്കാം, ഈക്വൽ ടു അനു എന്ന് കൊടുക്കുവാണ്, കോൺസ്റ്റ്. ഇനി നമുക്ക് ഈ ഒരു കൺസോൾ ലോഗ് പുറത്തേക്ക് കൊണ്ടുവരാം. ഇവിടെ കണ്ടോ നമുക്ക് എറർ വന്നിട്ടുണ്ട്, മൈ നെയിം ഈസ് നോട്ട് ഡിഫൈൻഡ്. തിരിച്ച് ഫംഗ്ഷന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്താൽ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഫംഗ്ഷന്റെ ഉള്ളിലും സ്കോപ്പിന്റെ ഉള്ളിലും ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസ് അതിന്റെ അകത്ത് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റൂ, പുറത്തേക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ബ്ലോക്ക് സ്കോപ്ഡ് വേരിയബിളും ഇത് ഫംഗ്ഷൻ സ്കോപ്പ് അല്ലെങ്കിൽ ലോക്കൽ സ്കോപ്പ് വേരിയബിളും. ഇനി മൂന്നാമത്തെ ഒരു സ്കോപ്പ് ഉണ്ട്, ഗ്ലോബൽ സ്കോപ്പ്. അതായത് നമ്മൾ ഈ ഫംഗ്ഷൻസിന്റെയും ബ്ലോക്കിന്റെയും ഒന്നും ഉള്ളിൽ ഡിക്ലെയർ ചെയ്യാതെ അതിന്റെ പുറത്ത് ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസിനാണ് ഗ്ലോബൽ സ്കോപ്ഡ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഈ വേരിയബിൾസിനെ എനിവേർ ആക്സസ് ആയിരിക്കും. അതായത് നമ്മുടെ കോഡിന്റെ എവിടെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു വേരിയബിളിനെ ആക്സസ് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഈ ഒരു ഏറ്റവും പൊക്കത്ത് ഈ ഒരു ഈഫ് ബ്ലോക്കിന് മുന്നേ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുവാണ്, കോൺസ്റ്റ് സം ഈക്വൽ ടു 10 എന്ന് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഞാൻ ഈ വേരിയബിളിനെ എൻ്റെ 2 ബ്ലോക്കിന്റെ അകത്തും അതുപോലെ ഫംഗ്ഷന്റെ അകത്തും ആക്സസ് ചെയ്യുവാണ്, പുറത്തും ആക്സസ് ചെയ്യാണ് കൊടുക്കേണ്ടത്. നമുക്ക് ബ്ലോക്കിന്റെ അകത്താണെങ്കിലും ഫംഗ്ഷന്റെ അകത്താണെങ്കിലും അല്ലെങ്കിൽ പുറത്ത് എവിടെ വേണമെങ്കിലും ആക്സസ് ചെയ്യാം. ഇതിനെയാണ് നമ്മൾ ഗ്ലോബൽ സ്കോപ്ഡ് വേരിയബിൾസ് അല്ലെങ്കിൽ ഗ്ലോബൽ വേരിയബിൾസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അങ്ങനെ പറയുന്നത്. അപ്പൊ ഇതിന്റെ സ്കോപ്പ് ഗ്ലോബൽ സ്കോപ്പ് ആണ്. നമ്മുടെ വിൻഡോ ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടി ആയിട്ടാണ് ഇത് സെറ്റ് ആകുന്നത്. നമ്മൾ ഡോം ഒക്കെ പഠിച്ചിട്ടില്ലേ, ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡൽ, അല്ല വിൻഡോ ഒബ്ജക്റ്റിന്റെ പാർട്ടായിട്ട് ഇങ്ങനത്തെ വേരിയബിൾ സെറ്റ് ആവും. അപ്പൊ കോഡിൽ എനിവേർ ആക്സസ് ആയിരിക്കും. പക്ഷെ ഈ വേരിയബിൾസ് ബ്ലോക്ക് സ്കോപ്പും ഇത് ഫംഗ്ഷൻ സ്കോപ്പും ആയിരിക്കും.
ഇതാണ് ജാവാസ്ക്രിപ്റ്റിലെ ബേസിക് ആയിട്ടുള്ള സ്കോപ്പ് കോൺസെപ്റ്റ്. ഇനി നമുക്ക് ഓരോ അഡ്വാൻസ്ഡ് ടോപ്പിക് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് നെസ്റ്റഡ് ഫംഗ്ഷൻ സ്കോപ്പ് എങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പൊ നെസ്റ്റഡ് ഫംഗ്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് ഒരു ഫംഗ്ഷന്റെ അകത്ത് വേറൊരു ഫംഗ്ഷനെ, അതിന്റെ ഉള്ളിൽ വേറൊരു ഫംഗ്ഷനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഈ കോഡ് ഒന്ന് ക്ലിയർ ചെയ്യുവാണ് കേട്ടോ. എന്നിട്ട് ഫസ്റ്റ് ഞാനൊരു ഔട്ടർ ഫംഗ്ഷൻ എഴുതുവാണ്. ഫംഗ്ഷൻ ജസ്റ്റ് ഔട്ടർ എന്നാണ് നെയിം കൊടുക്കുന്നത്. ഇനി ഇതിന്റെ അകത്ത് ഞാനൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. ലെറ്റ് ബി ഈക്വൽ ടു 10 എന്ന് കൊടുക്കുവാണ്. ഇനി ഗ്ലോബൽ സ്കോപ്പിൽ ഞാനൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. ലെറ്റ് എ ഈക്വൽ ടു 10 എന്ന് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ ഒരു ഔട്ടർ ഫംഗ്ഷന്റെ അകത്ത് ഒരു ഫംഗ്ഷൻ എഴുതുവാണ്. ഫംഗ്ഷൻ ഇന്നർ എന്നാണ് ഫംഗ്ഷൻ നെയിം കൊടുക്കുന്നത്. ഇതിന്റെ അകത്ത് ലെറ്റ് സി എന്നാണ് വേരിയബിൾ നെയിം കൊടുക്കുന്നത്. ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അപ്പൊ എ ബി സി 3 വേരിയബിൾ ഉണ്ട്. ഫസ്റ്റ് ഗ്ലോബൽ സ്കോപ്പില്, രണ്ടാമത്തെ ബി വേരിയബിൾ ഔട്ടർ ഫംഗ്ഷനകത്തും സി വേരിയബിൾ ഇന്നർ ഫംഗ്ഷനകത്തും. ഇനി ഞാൻ ഈ 3 വേരിയബിളിനെയും എനിക്ക് ഇന്നർ ഫംഗ്ഷന്റെ അകത്താണ് ലോഗ് ചെയ്യുന്നത്. എ കോമ ബി കോമ സി എന്ന് പറഞ്ഞ് ലോഗ് ചെയ്യുവാണ്. ഇതിന്റെ ഔട്ട്പുട്ട് ഇനി ഞാൻ ഈ ഒരു ഔട്ടർ ഫംഗ്ഷനിൽ നിന്നിട്ട് ഫസ്റ്റ് ഞാൻ ഇന്നർ ഫംഗ്ഷനെ കോൾ ചെയ്യുവാണ്. അതേപോലെ ഗ്ലോബലി ഔട്ടർ ഫംഗ്ഷനെ ആക്സസ് ചെയ്യുവാണ്. അപ്പൊ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം 3ന്റെയും 10 വാല്യൂ കൊടുത്തു അല്ലെ. 10, 20, 30 കൊടുക്കാം. അപ്പൊ നമുക്ക് ഇന്നർ ഫംഗ്ഷനിൽ വന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാം നമുക്ക് ഈ ഇന്നർ ഫംഗ്ഷന്റെ അതിന്റെ വേരിയബിളിനെയും അതിന്റെ ഔട്ടർ ഫംഗ്ഷന്റെ വേരിയബിളിനെയും ഗ്ലോബൽ സ്കോപ്പിലുള്ള വേരിയബിളിനെയും ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതാണ് നെസ്റ്റഡ് ഫംഗ്ഷന്റെ സ്കോപ്പ്. ഇതിനെയാണ് നമ്മൾ ലെക്സിക്കൽ സ്കോപ്പ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് സ്കോപ്പ് എന്ന് പറയുന്നത്. അതായത് ഒരു ഫംഗ്ഷനെ അല്ലെങ്കിൽ ബ്ലോക്സിനെ, നമ്മൾ നേരത്തെ കണ്ട പോലെ ബ്ലോക്സ്, അതായത് അതിന്റെ പൊസിഷനെ ബേസ് ചെയ്തിട്ട് അതിനെ അക്സസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു വേരിയബിൾസിനെ ഡിറ്റർമൈൻ ചെയ്യുക, അല്ലെങ്കിൽ എന്ത് സോഴ്സിനെ ആണെങ്കിലും നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുക. അപ്പൊ എവിടെയാണോ ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പം ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ വേരിയബിൾസ്, അപ്പൊ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ഓർഡർ എങ്ങനെയാന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് സിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ സി ഫസ്റ്റ് അതിന്റെ ഇന്നർ മോസ്റ്റ് സ്കോപ്പിൽ, അതായത് ആ ഫംഗ്ഷൻ സ്കോപ്പിൽ ചെക്ക് ചെയ്യും. ഇപ്പൊ ഇന്നർ ഫംഗ്ഷൻ സ്കോപ്പിൽ നോക്കുമ്പോൾ ഇന്നർ സ്കോപ്പിൽ നമുക്ക് ഈ വേരിയബിൾ ആക്സസ് ഡിഫൈൻഡ് ആണ്. സോ ഇത് നമ്മൾ ലോഗ് ചെയ്തു. ഇനി രണ്ടാമത്തത് ബിയിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ സ്കോപ്പിൽ ഇന്നർ സ്കോപ്പിൽ ചെക്ക് ചെയ്യും. ഇന്നർ ഫംഗ്ഷൻ സ്കോപ്പിൽ ഇല്ലാത്തതുകൊണ്ട് ഔട്ടർ ഫംഗ്ഷൻ സ്കോപ്പിൽ ചെക്ക് ചെയ്യും. അവൈലബിൾ ആണ്, എഗെയിൻ ലോഗ് ചെയ്യും. ഇനി മൂന്നാമത്തത് എ വേരിയബിളിലേക്ക് വരുമ്പോൾ അത് ഇന്നർ സ്കോപ്പിലും ചെക്ക് ചെയ്യും. അവിടെ ഇല്ലാത്തതുകൊണ്ട് ഔട്ടർ സ്കോപ്പിൽ ചെക്ക് ചെയ്യും. അവിടെയും ഇല്ലാത്തതുകൊണ്ട് ഗ്ലോബൽ സ്കോപ്പിൽ ചെക്ക് ചെയ്യും. അവിടെ അവൈലബിൾ ആണ്, അതിനെ ലോഗ് ചെയ്യും. അപ്പൊ ഇതാണ് ഒരു ഫംഗ്ഷൻ ഓർഡർ, എക്സിക്യൂട്ട് ചെയ്യുന്ന ഓർഡർ ഇതാണ്. അതിന്റെ സ്കോപ്പിൽ നിന്ന് നമ്മൾ അതിന്റെ ഹയർ ലെവലിലേക്ക്, അതിന്റെ ഔട്ടർ ഫംഗ്ഷനിലേക്കും പിന്നെ ഗ്ലോബൽ സ്കോപ്പിലേക്കും പോവുക ചെയ്യുന്നത്. ഇതാണ് നെസ്റ്റഡ് ഫംഗ്ഷന്റെ സ്കോപ്പ്. ഇനി നിങ്ങൾ ഔട്ടർ ഫംഗ്ഷനിൽ നിന്നിട്ട് ഈ ഒരു ഇന്നർ ഫംഗ്ഷന്റെ വേരിയബിളിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് നേരത്തെ വന്നതുപോലെ റെഫറൻസ് എറർ ആയിരിക്കും വരിക. അതായത് ഞാൻ ഈ സീനെ ഇവിടുന്ന് ആക്സസ് ചെയ്യാൻ നോക്കിയാൽ സി നോട്ട് ഡിഫൈൻഡ് എന്ന് വരും. അപ്പൊ ഇന്നർ ഫംഗ്ഷന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് അതിന്റെ വേരിയബിൾസിനെയും ഔട്ടർ ഫംഗ്ഷന്റെ വേരിയബിളിനെയും ഗ്ലോബൽ വേരിയബിൾസിനെയും ആക്സസ് ചെയ്യാൻ പറ്റും, തിരിച്ചു പറ്റില്ല കേട്ടോ. അപ്പൊ നെസ്റ്റഡ് ഫംഗ്ഷൻ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്റർവ്യൂസിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് നെക്സ്റ്റ് പോവാം. ക്ലോഷേഴ്സ്. ഇപ്പം MDN-ന്റെ, അതായത് മോസില്ല ഡോക്യുമെന്റേഷന്റെ അവരുടെ ഡെഫിനിഷൻ ഇതാണ് ക്ലോഷറിന്റെ. A closure is the combination of a function bundled together with reference to its surrounding state. In other words, a closure gives a function access to its outer scope. In JavaScript, a closure are created every time a function is created at function creation time. ഈ ഒരു ഡെഫിനിഷൻ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം നോക്കുമ്പോൾ ഡിഫിക്കൽട്ട് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ നമ്മൾ എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ക്ലിയർ ആവും കേട്ടോ. അപ്പം ഇത് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്, ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഫംഗ്ഷൻ ബണ്ടിൽ ടുഗദർ വിത്ത് റെഫറൻസ് ടു ഇറ്റ് സറൗണ്ടിങ് സ്റ്റേറ്റ്. അതായത് നമ്മളിപ്പോ നോക്കിയ ലെക്സിക്കൽ സ്കോപ്പ് അല്ലെങ്കിൽ ലെക്സിക്കൽ എൻവയോൺമെന്റ്. അപ്പൊ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് ഞാൻ എഴുതിയിരിക്കുന്ന ഈ ഒരു ഫംഗ്ഷൻ ഒന്ന് ക്ലിയർ ചെയ്യുവാണ്. എന്നിട്ട് നമ്മളിപ്പോ ചെയ്ത പോലെ തന്നെ ഒരു നെസ്റ്റഡ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുവാണ്. ഫംഗ്ഷൻ ഔട്ടർ, ഇതിന്റെ അകത്ത് ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുവാണ്. ലെറ്റ് കൗണ്ടർ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുന്നു. നേരത്തെ ചെയ്ത പോലെ ഒരു ഇന്നർ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുവാണ് ഔട്ടർ ഫംഗ്ഷന്റെ അകത്ത്.
ഇനി ഇതിന്റെ അകത്ത് നമ്മൾ ആ ഒരു കൗണ്ടർ വേരിയബിളിനെ അക്സസ് ചെയ്ത് ഇൻക്രിമെന്റ് ചെയ്തിട്ട് കൺസോൾ ചെയ്യുകയാണ്. കൗണ്ടർ വേരിയബിളിനെ കൺസോൾ ചെയ്തു. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഔട്ടർ ഫംഗ്ഷനിൽ നിന്നിട്ട് ഇന്നർ ഫംഗ്ഷനെ കോൾ ചെയ്യാം. ഇന്നർ ഫംഗ്ഷന്റെ ഇന്നർ ഹൈറ്റ് ഇന്നർ ഫംഗ്ഷനെ കോൾ ചെയ്യാം. പിന്നെ പുറത്ത് നിന്നിട്ട് നമുക്ക് ഔട്ടർ ഫംഗ്ഷനെ കോൾ ചെയ്യാം. ഇവിടെ കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം കൗണ്ടറിന്റെ വേരിയബിളിന്റെ വാല്യൂ 1 ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഒന്നും കൂടെ ഈ ഔട്ടർ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ രണ്ടാമത്തെ പ്രാവശ്യം കോൾ ചെയ്യുമ്പോഴും ഈ വാല്യൂ 1 ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതായത് നമ്മൾ ഓരോ പ്രാവശ്യം ഔട്ടർ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോഴും അവിടെ ഒരു ടെമ്പററി മെമ്മറി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതായത് ഓരോ ഇൻസ്റ്റൻസ് ആയിരിക്കും കൗണ്ടറിന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒരു എക്സിക്യൂഷൻ ഓർഡർ എങ്ങനെയാ, കൗണ്ടർ വേരിയബിൾ കൺസോൾ ചെയ്യാൻ നേരത്ത് അതിന്റെ ഇന്നർ സ്കോപ്പ് ചെക്ക് ചെയ്യും. ഇന്നർ സ്കോപ്പിൽ ഇല്ലാത്തതുകൊണ്ട് ഔട്ടർ സ്കോപ്പിൽ നിന്ന് എടുത്തിട്ട് വന്ന് ഇൻക്രിമെന്റ് ചെയ്ത് 1 ആക്കും. അപ്പൊ ഫസ്റ്റ് ടൈം കോൾ ചെയ്യുമ്പോൾ കൗണ്ടർ വേരിയബിളിന്റെ വാല്യൂ 0 ആണ്, ഇൻക്രിമെന്റ് ചെയ്ത് 1 ആക്കി ഇവിടെ പ്രിന്റ് ചെയ്തു. ഇനി രണ്ടാമത്തെ പ്രാവശ്യം അഗെയിൻ ഈ ഒരു കൗണ്ടറിന്റെ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇൻക്രിമെന്റ് ചെയ്ത് 1 തന്നെ, 0യിൽ നിന്ന് 1 ഇൻക്രിമെന്റ് ചെയ്ത് 1 തന്നെയാണ് ഇവിടെ പ്രിന്റ് ചെയ്യുന്നത്. അതായത് ഇവിടെ നമ്മൾ ഇപ്പൊ പ്രീവിയസ് 1 ആയിരുന്നെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം 2 എന്ന് പറഞ്ഞ് നമ്മൾ ലൂപ്പിലൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്ന പോലെ അല്ല ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. എത്ര പ്രാവശ്യം ഔട്ടർ ഫംഗ്ഷനെ കോൾ ചെയ്താലും അത്രയും പ്രാവശ്യം പുതിയൊരു കൗണ്ടർ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും അതിനെ ഇൻക്രിമെന്റ് ചെയ്തിട്ട് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഫംഗ്ഷനെ ചെറുതായിട്ട് ഒരു ഫംഗ്ഷൻ കോൾ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. അതായത് നമ്മുടെ ഇന്നർ ഫംഗ്ഷനെ ഡയറക്റ്റ് ആയിട്ട് ഔട്ടർ ഫംഗ്ഷനിൽ നിന്ന് കോൾ ചെയ്യുന്നതിന് പകരം നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ ഒരു ഫംഗ്ഷന്റെ അകത്ത് നിന്നിട്ട് വേറൊരു ഫംഗ്ഷനെ റിട്ടേൺ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഞാൻ ഈ ഒരു ഇന്നർ ഫംഗ്ഷനെ റിട്ടേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. റിട്ടേൺ ചെയ്തിട്ട് ഈ ഒരു ഔട്ടർ ഫംഗ്ഷനെ കോൾ ചെയ്തിട്ട് ഈ ഒരു വേരിയബിളിലേക്ക്, എക്സാമ്പിൾ ഞാൻ ftn എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിളിലേക്ക് ഈ ഒരു ഫംഗ്ഷന്റെ റിട്ടേൺ വാല്യൂ എടുത്തു വെക്കുവാണ്. അതായത് ഔട്ടർ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് ഈ ഒരു ഇന്നർ ഫംഗ്ഷൻ ആണ് അല്ലെ. ഈ ഒരു ഇന്നർ ഫംഗ്ഷന്റെ വാല്യൂ ഞാൻ എടുത്തു വെച്ചു. ഇനി ഞാൻ ഈ ftn അപ്പൊ എന്തായിരിക്കും, ഒരു ഫംഗ്ഷൻ ആണ്, അതിനെ കോൾ ചെയ്യുവാണ്. അപ്പൊ ഫസ്റ്റ് ടൈം കോൾ ചെയ്യുമ്പോൾ ഔട്ടർ ഫംഗ്ഷനിൽ നിന്നിട്ട് ഇന്നർ ഫംഗ്ഷനിലേക്ക് കോൾ പോയി കൗണ്ടറിന്റെ വാല്യൂ നമുക്ക് അക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അക്സസ് ചെയ്ത് ഇൻക്രിമെന്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, 1 ആയി. ഇനി ഞാൻ ഒന്നും കൂടെ ഈ ഒരു ftn ഇൻക്രിമെന്റ് ചെയ്യുവാണ്. ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയതുപോലെയല്ല, ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് 2 ആണ് കിട്ടിയത്. അതായത് ഇവിടെ ഇത് എന്താ ചെയ്തിരിക്കുന്നത്, ഇതിന് അതിന്റെ പ്രീവിയസ് വാല്യൂ, അതിന്റെ ഔട്ടർ ഫംഗ്ഷനിലുള്ള അതിന്റെ വാല്യൂവിന് ഓർത്ത് വെച്ച് അതിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പം ഇതാണ് ക്ലോഷർ എന്ന് പറയുന്നത്. അതായത് ഇതിനെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഡിഫൈൻ ചെയ്താൽ ഒരു ഫംഗ്ഷനിൽ നിന്ന് വേറൊരു ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുമ്പോൾ, അപ്പൊ ഇവിടെ നമ്മൾ ഔട്ടർ ഫംഗ്ഷനിൽ നിന്ന് ഇന്നർ ഫംഗ്ഷനെ റിട്ടേൺ ചെയ്യുമ്പോൾ അവിടെ ക്ലോഷർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു ഫംഗ്ഷൻ വേറൊരു ഫംഗ്ഷനിൽ നിന്ന് റിട്ടേൺ ചെയ്യുമ്പോൾ അവിടെ ക്ലോഷർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ക്ലോഷർ എന്താന്ന് ചോദിച്ചാൽ നമ്മൾ റിട്ടേൺ ചെയ്യുന്ന ഫംഗ്ഷന്റെ ഡെഫിനിഷനും, അതായത് ഈ ഒരു ഇന്നർ ഫംഗ്ഷന്റെ ഡെഫിനിഷനും അതിന്റെ സ്കോപ്പും കൂടെ ചേർന്നതാണ് അതിന്റെ ആ ഒരു ക്ലോഷർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ സ്കോപ്പ് എന്താണ്, ഇതിന്റെ ഔട്ടർ വേരിയബിൾ, അതായത് അതിന്റെ സറൗണ്ടിങ് ലെക്സിക്കൽ സ്കോപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. അപ്പൊ നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ സ്കോപ്പിൽ കൗണ്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ആണ്. അപ്പൊ ഈ ഒരു ഇന്നർ ഫംഗ്ഷനും അതിന്റെ സ്കോപ്പും കൂടിയായിരിക്കും ഈ ഒരു ഔട്ടർ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത്. ഒരു ഫംഗ്ഷൻ വേറൊരു ഫംഗ്ഷനിൽ നിന്ന് കോൾ ചെയ്യുമ്പം അവിടെ നമ്മൾ ക്ലോഷർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ക്ലോഷർ റിട്ടേൺ ചെയ്യുന്നത് ആ ഒരു ഫംഗ്ഷൻ ഡെഫിനിഷനും അതിന്റെ സ്കോപ്പും കൂടിയായിരിക്കും. പിന്നെ രണ്ടാമത്തെ കേസ്, ഇതിന്റെ ഒരു സ്കോപ്പിന് ഇത് പെർസിസ്റ്റൻസ് ആണ്, അതായത് റിമെമ്പർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഓൾറെഡി 1 ആയിരുന്നത് രണ്ടാമത്തെ പ്രാവശ്യം കോഡ് ചെയ്തപ്പം അപ്പൊ എല്ലാ എക്സിക്യൂഷന്റെ ഇടയിലും വരുന്ന ആ ഒരു സ്കോപ്പിനെ അത് റിമെമ്പർ ചെയ്ത് നെക്സ്റ്റ് എക്സിക്യൂഷനിൽ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അതായത് ഓരോ പ്രാവശ്യം ഈ ഒരു കൗണ്ടറിന്റെ വാല്യൂ 0യിലേക്ക് പുതിയൊരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം അതിന്റെ പ്രീവിയസ് വാല്യൂ അത് ഓർത്ത് വെച്ച് അതിനെയാണ് ഇവിടെ രണ്ടാമത്തെ ഫംഗ്ഷൻ കോളിൽ ഇൻക്രിമെന്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ മൂന്നാമതൊരു ഫംഗ്ഷൻ കോൾ ചെയ്താൽ അവിടെ 3 ആയിരിക്കും വാല്യൂ വരുന്നത്. അപ്പൊ പെർസിസ്റ്റന്റ് ആണ്. ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലോഷർ എന്ന് പറയുന്നത്. അതായത് ഒരു ഫംഗ്ഷൻ വേറൊരു ഫംഗ്ഷനിൽ നിന്ന് കോൾ ചെയ്യുമ്പം അവിടെ ഒരു ക്ലോഷർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് റിട്ടേൺ ചെയ്യുന്നത് ഈ ഒരു ഫംഗ്ഷൻ ഡെഫിനിഷനും അതിന്റെ സ്കോപ്പും ആയിരിക്കും. പിന്നെ എല്ലാ ഫംഗ്ഷൻ കോളിന്റെ ഇടയിലും ഈ ഒരു മെമ്മറി പെർസിസ്റ്റന്റ് ആണ്, ഹോൾഡ് ചെയ്യുന്നുണ്ട് എല്ലാ എക്സിക്യൂഷന്റെ ഇടയിലും. നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഇനി നിങ്ങൾ വേറൊരു കാര്യം ഓർക്കേണ്ടത്, ഇവിടെ നമ്മൾ ഔട്ടർ ഫംഗ്ഷന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി, എന്നിട്ടാണ് നമ്മൾ ഇന്നർ ഫംഗ്ഷനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്.
അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ ഔട്ടർ ഫംഗ്ഷന്റെ വേരിയബിളിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ ക്ലോഷറിന്റെ കീ പോയിന്റ്. അതായത് ഔട്ടർ ഫംഗ്ഷന്റെ എക്സിക്യൂഷൻ ഫിനിഷ് ആയാലും നമുക്ക് ഇന്നർ ഫംഗ്ഷനിന് അതിന്റെ സ്കോപ്പിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് ബേസിക്കലി ജാവാസ്ക്രിപ്റ്റിന്റെ ക്ലോഷർ. ആ ഒരു മോസില്ല ഡോക്യുമെന്റേഷനേക്കാൾ നമുക്ക് ഒന്നും കൂടി ഈസി ആയിട്ട് പറയാൻ പറ്റുന്നത് ഈ ഒരു ഡെഫിനേഷൻ ആയിരിക്കും. നമ്മളിത് ക്ലോഷറിൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ഫംഗ്ഷൻ വേറൊരു ഫംഗ്ഷനിൽ നിന്ന് കോൾ ചെയ്യുമ്പോഴാണ്. റിട്ടേൺ ചെയ്യുന്നത് ആ ഒരു ഫംഗ്ഷൻ സ്കോപ്പും ഫംഗ്ഷൻ ഡെഫിനിഷനും കൂടി ആയിരിക്കും. ഈ ഒരു പെർസിസ്റ്റന്റ് മെമ്മറിയാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഈ ഒരു ഫംഗ്ഷനെയും അതിന്റെ സ്കോപ്പിനെയും കൂടെ ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ ക്ലോഷർ എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റിൽ. ഇനി നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഫംഗ്ഷൻ കറീന്ന് കേട്ടിട്ടുണ്ടോ? അതായത് ഫംഗ്ഷൻ കറീന്റെ ഡെഫിനിഷൻ ഇതാണ്. നമുക്കിപ്പോ സാധാരണ ഒരു ഫംഗ്ഷൻ എഴുതുന്ന സമയത്ത് അവിടെ ഒന്നിൽ കൂടുതലോ ആർഗ്യുമെന്റ്സ് അതിന് ഇൻപുട്ട് ആയിട്ട് വരും അല്ലെ. എന്നിട്ട് നമ്മൾ അത് യൂസ് ചെയ്തിട്ട് ആ ഫംഗ്ഷന് മാനിപ്പുലേറ്റ് ചെയ്യും. ഇനി ഈ ഒരു മൾട്ടിപ്പിൾ ആർഗ്യുമെന്റ്സ് ഉള്ള ഒരു ഫംഗ്ഷനെ ഒരു സിംഗിൾ ആർഗ്യുമെന്റ് അറ്റ് എ ടൈം ഉള്ള സീരീസ് ഓഫ് ഫംഗ്ഷൻ ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുക. അതിനെയാണ് കറീങ് എന്ന് പറയുന്നത്. അതായത് ഒരു മൾട്ടിപ്പിൾ ആർഗ്യുമെന്റ് ഉള്ള ഒരു ഫംഗ്ഷൻ എടുത്തിട്ട് അതിൽ വൺ ആർഗ്യുമെന്റ് അറ്റ് എ ടൈം ഉള്ള സീരീസ് ഓഫ് ഫംഗ്ഷൻ, ഒരു ആർഗ്യുമെന്റ് അറ്റ് എ ടൈമിൽ വരുന്നത് പോലെ ഒരു സീരീസ് ഓഫ് ഫംഗ്ഷൻസ് ഇതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുക. അതിനെയാണ് കറീങ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഞാൻ കാണിക്കാം, അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആവും. ആദ്യം ഞാൻ ഒരു സിമ്പിൾ സം ഫംഗ്ഷൻ എഴുതുവാണ് കേട്ടോ. എ കോമ ബി കോമ സി 3 ആർഗ്യുമെന്റ് ഉണ്ട് ഇതിന്. നമുക്കിതൊന്ന് കൺസോൾ നമുക്കിത് സം ചെയ്തിട്ട് റിട്ടേൺ ചെയ്യാം. എ പ്ലസ് ബി പ്ലസ് സിനെ റിട്ടേൺ ചെയ്തു. ഇനി ഞാൻ കൺസോൾ ലോഗ് ഇതിൽ ഈ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്തിട്ട് 1, 2, 3 പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 6 ആയിരിക്കും ഔട്ട്പുട്ട് വരുന്നത്. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താ? ഇവിടെ സം ഫംഗ്ഷൻ ഉണ്ട്, 3 ആർഗ്യുമെന്റ് എടുക്കുന്നുണ്ട്, എന്നിട്ട് സം ചെയ്ത് റിട്ടേൺ ചെയ്യുവാണ്. ഇനി നമുക്കിവിടെ കറീങ് അപ്ലൈ ചെയ്യാം. അതായത് ഈ ഫംഗ്ഷനെ ഒരു സീരീസ് ഓഫ് ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുവാണ്. അവിടെ ഒരു ആർഗ്യുമെന്റ് ആയിരിക്കും ആ ഒരു ഫംഗ്ഷൻ അറ്റ് എ ടൈമിൽ എടുക്കുന്നത്. അപ്പം ഞാൻ വേറൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുവാണ്. കറീങ് തന്നെ നെയിം കൊടുക്കാം. അതൊരു ഫംഗ്ഷൻ ആയിരിക്കും ഇൻപുട്ട് ആയിട്ട് വരുന്നത്. ftn അതിന്റെ ഇൻപുട്ട് ആയിട്ട് വരും. എന്നിട്ട് ഫസ്റ്റ് നമ്മളിപ്പം നെസ്റ്റഡ് ഫംഗ്ഷൻ എടുത്തില്ലേ, അപ്പൊ ക്ലോഷർ കണ്ടപ്പോൾ കണ്ടില്ലേ ഒരു ഫംഗ്ഷൻ വേറൊരു ഫംഗ്ഷനെ റിട്ടേൺ ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻപുട്ട് ആയിട്ട് എടുക്കുവാണ്. ഈ ഒരു ഫംഗ്ഷൻ വേറൊരു ഫംഗ്ഷനെയാണ് റിട്ടേൺ ചെയ്യുന്നത്. എ ആയിരിക്കും അതിന്റെ ഇൻപുട്ട്. ഇനി അത് അഗെയിൻ ഒരു ഫംഗ്ഷനെ റിട്ടേൺ ചെയ്യുന്നുണ്ട്. ബി ആയിരിക്കും അതിന്റെ ഇൻപുട്ട്. ഇനി അത് അഗെയിൻ ഒരു ഫംഗ്ഷനെ റിട്ടേൺ ചെയ്യുന്നുണ്ട്. സി ആയിരിക്കും അതിന്റെ ഇൻപുട്ട്. ഇനി ഇതിൽ നിന്നിട്ട് നമ്മൾ ഈ ഒരു ഒറിജിനൽ ഫംഗ്ഷനെ കോൾ ചെയ്യുവാണ്. എ കോമ ബി കോമ സി പാസ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ഞാൻ കോൺസ്റ്റ് ftn എന്ന് പറഞ്ഞ ഒരു വേരിയബിളിലേക്ക് ഈ കറീങ് ഫംഗ്ഷനെ കോൾ ചെയ്തിട്ട് നമ്മുടെ ഒറിജിനൽ സം ഫംഗ്ഷനെ പാസ് ചെയ്ത് കൊടുക്കുക. ഇനി അഗെയിൻ നമുക്ക് കൺസോൾ ലോഗ് ചെയ്തിട്ട് ഇതില് ഈ ഒരു കറീങ് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന ഫംഗ്ഷനെ കോൾ ചെയ്യാം. അറ്റ് എ ടൈമിൽ ഒരു ആർഗ്യുമെന്റ് ആയിരിക്കും 1, 2, 3 പാസ് ചെയ്യാം. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അഗെയിൻ ഇവിടെ എന്തായി, നമ്മളിപ്പോ ട്രാൻസ്ഫോം ചെയ്തു അല്ലെ. അതായത് 1 ആർഗ്യുമെന്റ് അറ്റ് എ ടൈമിൽ വരുന്നത് പോലെ. ഇപ്പൊ ഫസ്റ്റ് ഫംഗ്ഷന് 1 പാസ് ചെയ്തു, എ കിട്ടി. രണ്ടാമത്തെ ഫംഗ്ഷനെ കോൾ ചെയ്ത് ബി പാസ് ചെയ്തു, അതായത് ബിന്റെ വാല്യൂ 2 കിട്ടി. മൂന്നാമത്തെ ഫംഗ്ഷനെ കോൾ ചെയ്തിട്ട് 3 പാസ് ചെയ്തു. ഫൈനലി സമ്മിനെ കോൾ ചെയ്ത് അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് 6 റിട്ടേൺ കിട്ടി. ഇപ്പൊ ഇവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ആയില്ലേ. മൾട്ടിപ്പിൾ ആർഗ്യുമെന്റ്സ് ഉള്ള ഫംഗ്ഷനിൽ നിന്ന് നമ്മൾ 1 ആർഗ്യുമെന്റ് അറ്റ് എ ടൈമിലുള്ള ഫംഗ്ഷനിലേക്ക് ഈ ഒരു ഫംഗ്ഷനെ ട്രാൻസ്ഫോം ചെയ്തു. ഇനി നമുക്ക് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചു തരാം. അതായത് ഈ ftn ഞാൻ ആദ്യം f1 = ftn ഓഫ് ഒരു വേരിയബിളിൽ മാത്രം പാസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇവിടെ ftn കോൾ ചെയ്യുമ്പോൾ ഈ ഒരു ഫംഗ്ഷൻ ആയിരിക്കും കോൾ ചെയ്യുന്നത്. അത് റിട്ടേൺ ചെയ്യുന്നത് ഈ ഒരു സെറ്റ് ആയിരിക്കും അല്ലെ, ഈ ഒരു ഫംഗ്ഷൻ ആയിരിക്കും, അതായത് ബിന്റെ ഫംഗ്ഷൻ ആയിരിക്കും. ഇനി നമ്മൾ കോൺസ്റ്റ് f2ലേക്ക് ഈ f1 ഓഫ്, അതായത് f1 റിട്ടേൺ ചെയ്ത ഫംഗ്ഷനിലേക്ക് 2 പാസ് ചെയ്ത് കൊടുത്തു. ഇനി ഫൈനലി f3 എന്ന് പറഞ്ഞിട്ടുള്ള അതിലേക്ക് f2 ഓഫ് 3നെ പാസ് ചെയ്ത് കൊടുത്തു. ഫൈനലി നമ്മൾ ഈ ഒരു f3 റിട്ടേൺ ചെയ്തിരിക്കുന്ന വാല്യൂവിനെ കൺസോൾ ചെയ്യാം.
അപ്പോഴും 6 ആ വരിക. അപ്പൊ ഇവിടെ കണ്ടില്ലേ 1 ആർഗ്യുമെന്റ് അറ്റ് എ ടൈം ആയിട്ട് ഈ സം ഫംഗ്ഷനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്തു. അപ്പൊ ഇതിന്റെ ബേസിക് ഡെഫിനേഷൻ ഇതാണ്. മൾട്ടിപ്പിൾ ആർഗ്യുമെന്റ്സ് ഉള്ള ഒരു ഫംഗ്ഷൻ എടുത്ത് 1 ആർഗ്യുമെന്റ് അറ്റ് എ ടൈം ഉള്ള ഫംഗ്ഷൻ ഒരു സീരീസ് ഓഫ് ഫംഗ്ഷൻ ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇതിന് വലിയ യൂസ് ആയിട്ട് തോന്നൂല. പക്ഷെ ഇപ്പൊ നമ്മൾ റിയൽ ടൈമിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഒരു ലോജിക്ക് മാത്രം അറ്റ് എ ടൈമിൽ ഹാൻഡിൽ ചെയ്യുന്നത് പോലെ നമ്മുടെ കോൺസെപ്റ്റ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ, അതായത് നമ്മുടെ കോഡ് ഒന്നും കൂടെ റീയൂസബിൾ ആകാൻ വേണ്ടിയിട്ട്, ക്ലീനർ ആകാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. അത് എസ്പെഷ്യലി നമ്മൾ ഇവന്റ് ഹാൻഡ്ലേഴ്സിന്റെ ഒക്കെ കേസിൽ നിങ്ങൾ ഇതിന്റെ റിയൽ ടൈം എക്സാമ്പിൾ ഒന്ന് നെറ്റിൽ സെർച്ച് ചെയ്ത് പഠിക്കാം കേട്ടോ. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ദിസ് കീവേഡും അതിന്റെ ഡിഫറെന്റ് ടൈപ്സും ആണ് കേട്ടോ. അപ്പൊ ദിസ് കീവേഡ് എന്താന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ, അപ്പൊ സാധാരണ നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരു ഫംഗ്ഷനെ ഡയറക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും അല്ലെ, അതിന് പകരം നമ്മളൊരു ഒബ്ജക്ട് ത്രൂ ആണ് ഈ ഫംഗ്ഷനെ എക്സിക്യൂട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഏത് ഒബ്ജക്റ്റ് ആണോ ഈ ഒരു ഫംഗ്ഷനെ എക്സിക്യൂട്ട് ചെയ്യുന്നത് അതിനെയാണ് ദിസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും, പക്ഷെ അതിന്റെ എക്സാമ്പിൾ കാണുമ്പോൾ ക്ലിയർ ആവും. പിന്നെ നമ്മൾ വേറൊരു കാര്യം അറിയേണ്ടത്, ദിസ് എന്ന് പറയുന്നത് ഈ ഒരു ഫംഗ്ഷൻ എവിടെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അതിനെയല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഈ ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ് നമ്മൾ കോൾ ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ദിസിന്റെ വാല്യൂ ഇരിക്കുന്നത്. 4 ടൈപ്സ് ബൈൻഡിങ് റൂൾസ് ഉണ്ട് ദിസ് കീവേഡിന്. ഇംപ്ലിസിറ്റ് ബൈൻഡിങ്, എക്സ്പ്ലിസിറ്റ് ബൈൻഡിങ്, ഡീഫാൾട്ട് ബൈൻഡിങ്, ന്യൂ ബൈൻഡിങ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഫസ്റ്റ് നമുക്ക് ഇംപ്ലിസിറ്റ് ബൈൻഡിങ് എന്താണെന്ന് ചെക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ജാവാസ്ക്രിപ്റ്റിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുവാണ്. കോൺസ്റ്റ് യൂസർ എന്നാണ് കൊടുക്കുന്നത്, ഈക്വൽ ടു. ഫസ്റ്റ് നമുക്കൊരു പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്യാം. ഞാൻ നെയിം എന്നാണ് കൊടുക്കുന്നത്, അനു എന്ന് പറഞ്ഞിട്ട് പ്രോപ്പർട്ടി നെയിം കൊടുക്കുവാണ്. എഗെയിൻ ഇതിന്റെ അകത്ത് ഒരു മെത്തേഡ് കൊടുക്കുവാണ്. സാധാരണ നമ്മൾ പ്രിസൈസ് ആയിട്ട് പറഞ്ഞാൽ ഈ ഒബ്ജക്റ്റിന്റെ ഉള്ളിൽ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻസിനെ മെത്തേഡ് എന്നാണ് കേട്ടോ പറയാ. അപ്പൊ ഞാനൊരു ഗ്രീറ്റ് മെത്തേഡ് ഇതിന്റെ അകത്ത് എഴുതുവാണ്. എന്നിട്ട് ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. ഫംഗ്ഷൻ ഹലോ ദിസ് ഡോട്ട് നെയിം. ഇനി നമുക്ക് ഈ മെത്തേഡിനെ കോൾ ചെയ്യാം. കോൾ ചെയ്യുമ്പോൾ ഒബ്ജക്ട് ത്രൂ കോൾ ചെയ്യാം. അപ്പോൾ ഒബ്ജക്ട് ഡോട്ട് നൊട്ടേഷൻ വെച്ചിട്ടല്ലേ സാധാരണ നമ്മൾ കോൾ ചെയ്യാറ്. ഗ്രീറ്റിനെ കോൾ ചെയ്യാം. ഇവിടെ കണ്ടോ ഹലോ അനു വന്നത്. ഇതിനെയാണ് നമ്മൾ ഇംപ്ലിസിറ്റ് ബൈൻഡിങ് എന്ന് പറയുന്നത്. ഇവിടെ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് ഡോട്ട് നൊട്ടേഷൻ യൂസ് ചെയ്തിട്ടാണ്. ഇവിടെ ദിസ് റെഫർ ചെയ്യുന്നത് ഈ ഡോട്ടിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഒബ്ജക്റ്റ് ഏതാണോ ആ ഒബ്ജക്റ്റിനെ ആയിരിക്കും ഇവിടെ ദിസ് റെഫർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഡോട്ടിന്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് യൂസർ ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ഇവിടെ യൂസർ ആയിരിക്കും ദിസ് കീവേഡ്. അപ്പൊ ദിസ് ഡോട്ട് നെയിം എന്ന് പറഞ്ഞാൽ യൂസറിന്റെ ഉള്ളിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന നെയിം പ്രോപ്പർട്ടി ആയിരിക്കും നമുക്ക് കിട്ടുക. അതായത് നമുക്ക് ഇവിടെ എക്സാമ്പിളിൽ തന്നെ കാണാം, ദിസ് ഡോട്ട് നെയിം എന്ന് പറഞ്ഞപ്പം യൂസറിന്റെ ഉള്ളിലെ നെയിമിന്റെ വാല്യൂ അനു ആയതുകൊണ്ട് അനു എന്ന് കിട്ടി. ഇനി അത് മാറ്റിയിട്ട് വേറൊരു നെയിം കൊടുക്കുമ്പോൾ ആ നെയിം ആയിരിക്കും ഇവിടെ വരിക. അപ്പോൾ ഇവിടെ ബേസിക്കലി പറഞ്ഞാൽ ഇംപ്ലിസിറ്റ് ബൈൻഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോട്ട് നൊട്ടേഷൻ ത്രൂ നമ്മൾ ഒബ്ജക്റ്റിനെ മെത്തേഡിനെ അക്സസ് ചെയ്യുമ്പോൾ ആ ഡോട്ട് നൊട്ടേഷന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഒബ്ജക്റ്റ് ഏതാണോ അതായിരിക്കും ഇവിടെ ദിസിന്റെ വാല്യൂ വരുന്നത്. അപ്പൊ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞല്ലേ, ദിസ് എന്ന് പറയുന്നത് ആ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്തുള്ള ഒബ്ജക്റ്റിനെ ആയിരിക്കും റെഫർ ചെയ്യുന്നത്. പിന്നെ ആ ഫംഗ്ഷൻ എവിടെയാണ് ഡിഫൈൻ ചെയ്യുന്നത് എന്നല്ല, ആ ഫംഗ്ഷനെ നമ്മൾ എങ്ങനെയാണ് കോൾ ചെയ്യുന്നത് അതിന് ബേസ് ചെയ്തിട്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഡോട്ട് നൊട്ടേഷൻ ത്രൂ കോൾ ചെയ്തുകൊണ്ട് ഇംപ്ലിസിറ്റ് നൊട്ടേഷൻ ആയതുകൊണ്ടാണ് ഇവിടെ ദിസിന്റെ വാല്യൂ ഈ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് മാറിയത്. ഇനി നമുക്ക് എക്സ്പ്ലിസിറ്റ് ബൈൻഡിങ് എങ്ങനെയാന്ന് നോക്കാം. എക്സ്പ്ലിസിറ്റ് ബൈൻഡിങ് എന്താണെന്ന് വെച്ചാൽ പേര് പറയുന്ന പോലെ എക്സ്പ്ലിസിറ്റ്ലി നമ്മൾ ദിസിന്റെ വാല്യൂ, അതായത് മാനുവലി നമ്മൾ ദിസിന്റെ വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അവിടെ നമുക്ക് കോൾ, അപ്ലൈ, ബൈൻഡ് ഈ 3 മെത്തേഡ് ഉണ്ട്. ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്തിട്ട് ഈ ഒരു മാനുവലി സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഈ ഒരു ഇംപ്ലിസിറ്റ് ബൈൻഡിങ്ങിന്റെ കോഡ് എന്ന് കമന്റ് ചെയ്തിട്ട് എക്സ്പ്ലിസിറ്റ് ബൈൻഡിങ് കാണിച്ചു തരാം. അപ്പൊ ഞാൻ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഫംഗ്ഷൻ നമ്മൾ ഒരു ഒബ്ജക്റ്റിന്റെ പാർട്ടായിട്ടല്ല സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു ഗ്രീറ്റ് ഫംഗ്ഷൻ ഫസ്റ്റ് എഴുതുവാണ് കേട്ടോ. ഗ്രീറ്റ് അഗൈൻ കൺസോൾ ചെയ്തിട്ട് സെയിം തന്നെ ഹലോ ദിസ് ഡോട്ട് നെയിം കൊടുക്കുക. ഞാൻ യൂസറിന്റെ ഒബ്ജക്റ്റ് ഡിഫൈൻ ചെയ്യുവാണ്. അതിൻ്റെ അകത്ത് നെയിം സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ദിസിന് ഒരു വാല്യൂ കൊടുക്കുക, ഇതുവരെ ബൈൻഡ് ചെയ്തിട്ടില്ല. ഈ ഒരു ഫംഗ്ഷൻ വേറെ ഒബ്ജക്റ്റ് വേറെ ആയിട്ട് നിൽക്കുക അല്ലെ. ഞാൻ പറഞ്ഞു എക്സ്പ്ലിസിറ്റ്ലി ആണ് നമ്മൾ ഈ ദിസിന്റെ വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതെന്ന്. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു മെത്തേഡ് കോളോ അപ്ലൈയോ ബൈൻഡോ ഏത് യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ.
എക്സ്പ്ലിസിറ്റ്ലി സെറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് കോൾ യൂസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ഞാൻ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുവാണ്, ഡോട്ട് കോൾ ഓഫ് യൂസർ. ഇവിടെ എന്തായി, യൂസറിനെ കോൾ ചെയ്തപ്പം ഗ്രീറ്റ് മെത്തേഡിനെ കോൾ ചെയ്തപ്പം കോൾ മെത്തേഡ് ത്രൂ ഈ ഒരു ദിസിന്റെ വാല്യൂ സെറ്റ് ആയി. അപ്പൊ ആ ഒരു ഞാൻ ആ പറഞ്ഞ രണ്ടാമത്തെ കാര്യം മനസ്സിലായില്ലേ, എങ്ങനെയാണ് ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ദിസിന്റെ വാല്യൂ അതിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി ഈ ഒരു, ഇപ്പൊ നിങ്ങൾക്ക് വേറൊരു ഒബ്ജക്റ്റ് വേണമെങ്കിലും, ഇപ്പൊ നമുക്ക് വേറൊരു ഒബ്ജക്റ്റ് എക്സാമ്പിൾ എംപ്ലോയി എന്ന് പറഞ്ഞിട്ട് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് എഗെയിൻ അതിന്റെ അകത്ത് നെയിം കീ വാല്യൂ പെയർ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് യൂസറിന് പകരം ഈ ഒരു എംപ്ലോയി ഒബ്ജക്റ്റ് കൊടുത്താൽ അതായിട്ട് മാറി. അപ്പോൾ നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി ഒരു ദിസ് കീവേഡിന്റെ വാല്യൂ ഇവിടെ നമ്മൾ ഇംപ്ലിസിറ്റ്ലി കൊടുത്താൽ ഇവിടെ എക്സ്പ്ലിസിറ്റ്ലി സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു ഒബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഈ ഒരു ദിസ് കീവേഡിന്റെ വാല്യൂ മാനുവലി സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാണ് ദിസ് കീവേഡ്. ഏത് ഒബ്ജക്റ്റ് ആണോ നമ്മൾ പാസ് ചെയ്യുന്നത് ആ ഒബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ദിസ് കീവേഡ് ഇരിക്കുക. ദിസ് കീവേഡിന്റെ വാല്യൂ ബൈൻഡ് ചെയ്യുന്ന മൂന്നാമത്തെ റൂള് ന്യൂ ബൈൻഡിങ് ആണ്. അതായത് നമ്മളൊരു മെത്തേഡ് ജാവാസ്ക്രിപ്റ്റിൽ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ആ ഒരു ഫംഗ്ഷനെ ന്യൂ കീവേഡ് യൂസ് ചെയ്തിട്ട് ഇൻവോക്ക് ചെയ്യാം, എക്സിക്യൂട്ട് ചെയ്യാം. അപ്പൊ ന്യൂ കീവേഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫംഗ്ഷനെ നമ്മൾ ഇൻവോക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഒരു എംപ്റ്റി ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. ആ എംപ്റ്റി ഒബ്ജക്റ്റ് നമ്മൾ ഈ ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ കൊടുക്കുന്ന ആ ഒരു ദിസ് റെഫർ ചെയ്യുന്നത് ഈ ഒരു എംപ്റ്റി ഒബ്ജക്റ്റിനെ ആയിരിക്കും. അതായത് ഈ ഒരു എംപ്റ്റി ഒബ്ജക്റ്റിലേക്ക് ദിസിനെ സെറ്റ് ചെയ്യും. എന്നിട്ട് ആ ഒരു എംപ്റ്റി ഒബ്ജക്റ്റ് ആയിരിക്കും ഈ ഒരു ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത്. ഈ എംപ്റ്റി ഒബ്ജക്റ്റിനെ റിട്ടേൺ ചെയ്യും. അതായത് അതിന് കൺസ്ട്രക്ടർ ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഞാൻ ഈ ന്യൂ കീവേഡിന്റെ ആസ്പെക്റ്റിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഒരു നോർമൽ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഫംഗ്ഷൻ പേഴ്സൺ എന്നാണ് ഞാൻ നെയിം കൊടുക്കുന്നത്. നെയിമിനെയാണ് അത് അക്സെപ്റ്റ് ചെയ്യും, പേഴ്സൺ നെയിമിനെ. ഇതിന്റെ അകത്ത് ദിസ് ഡോട്ട് നെയിം ഈക്വൽ ടു ഈ പാസ് ചെയ്ത് വരുന്ന നെയിം ഇല്ലേ, ആ നെയിം. ഇപ്പൊ ഈ നെയിം ഒക്കെ നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ട് കൊടുക്കാം കേട്ടോ. അതായത് ഇവിടെ ഇപ്പം എന്താ പറയുക, സ്റ്റുഡന്റ് എന്ന് കൊടുത്താൽ ദിസ് ഡോട്ട് നെയിം ഈക്വൽ ടു ഈ പാസ് ചെയ്ത് വരുന്ന സ്റ്റുഡന്റിനെ അസൈൻ ചെയ്യാം. ഇനി ഇത് കോഡ് ചെയ്യുന്നിടത്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ ഞാൻ കോൺസ്റ്റ് P1. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പേഴ്സൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എത്ര പ്രാവശ്യം ഈ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു അത്രയും പേഴ്സണെ നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയും. ക്ലാസ്സും ഒബ്ജക്റ്റ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് പഠിക്കും. ഇപ്പം നമ്മൾ നോർമൽ ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റിലെ അത് ഓർത്താൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ ന്യൂ കീവേഡ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ഫംഗ്ഷൻ ഇൻവോക്ക് ചെയ്യുമ്പോൾ ഒരു എംപ്റ്റി ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഇൻവോക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ന്യൂ സ്പേസ് ഫംഗ്ഷൻ നെയിം കൊടുക്കുക. സാധാരണ നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന പോലെ എത്ര വാല്യൂസ് ഉണ്ടോ പാരാമീറ്റേഴ്സ് പാസ് ചെയ്ത് കൊടുക്കുക. ന്യൂ കീവേഡ് യൂസ് ചെയ്തിട്ട് ഇവിടെ ഇപ്പം ഒരു എംപ്റ്റി ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ എംപ്റ്റി ഒബ്ജക്റ്റ് റെഫർ ചെയ്യുന്നത് ഈ ഒരു ദിസിനെ ആയിരിക്കും. പിന്നെ നമ്മൾ ദിസ് ഡോട്ട് നെയിം എന്ന് പറയുമ്പോൾ ഈ എംപ്റ്റി ഒബ്ജക്റ്റിലേക്ക് നെയിം പ്രോപ്പർട്ടിയും അതിന്റെ വാല്യൂ ആയിട്ട് നമ്മൾ ഈ പാസ് ചെയ്ത് വന്നിരിക്കുന്ന നെയിമും അസൈൻ ആവും. എക്സാമ്പിൾ ആയിട്ട് ഞാൻ കൺസോളിലേക്ക് ചെയ്ത് കാണിച്ചു തരാം. P1 ഡോട്ട് നെയിം എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടില്ലേ, അനു എന്ന് പറഞ്ഞു വന്നു. ഇനി നമുക്ക് ഒരു പേഴ്സൺ നെയിം കൂടെ ക്രിയേറ്റ് ചെയ്യാം. അടുത്ത ഒരു നെയിമും ഈ ഒരു ഒബ്ജക്റ്റിന്റെ നെയിം ഞാൻ P2 എന്നാണ് കൊടുക്കുന്നത്. എന്നിട്ട് കോമ P2 ഡോട്ട് നെയിം എന്ന് കൊടുക്കുമ്പോൾ ആ നെയിം വരും. കൊടുക്കണ്ടോ, എത്ര ഒബ്ജക്റ്റ് വേണമെങ്കിലും. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ ന്യൂ കീവേഡ് യൂസ് ചെയ്തിട്ട് ഒരു ഫംഗ്ഷൻ ഇൻവോക്ക് ചെയ്യുമ്പോൾ എംപ്റ്റി ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. ദിസ് റെഫർ ചെയ്യുന്നത് ഈ ഒരു എംപ്റ്റി ഒബ്ജക്റ്റിനെ ആയിരിക്കും. അതിലേക്ക് നമുക്ക് പ്രോപ്പർട്ടീസ് അസൈൻ ചെയ്യാം. ഫൈനലി ഈ ഒരു മെത്തേഡ് റിട്ടേൺ ചെയ്യുന്നത് ഈ ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും, ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റ് ആയിരിക്കും. ആ ഒബ്ജക്റ്റ് ത്രൂ നമുക്ക് അതിന്റെ പ്രോപ്പർട്ടീസ് അസൈൻ ചെയ്യാം. ഇതൊരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഫംഗ്ഷൻ ആണ് ജാവാസ്ക്രിപ്റ്റിൽ. അതിനെ നമ്മൾ കൺസ്ട്രക്ടർ ഫംഗ്ഷൻ എന്നാ പറയുന്നത്. നോർമൽ ഫംഗ്ഷനെ ഇതിനെയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് അതിന്റെ ഫസ്റ്റ് ലെറ്റർ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും കേട്ടോ. ഇനി ഫൈനൽ വൺ ഡീഫാൾട്ട് ബൈൻഡിങ് ആണ്. ഇതെന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഈ ഒരു എക്സ്പ്ലിസിറ്റ് ഇംപ്ലിസിറ്റ് ന്യൂ ബൈൻഡിങ് ഒന്നും വർക്ക് ആവുന്നില്ല, അപ്ലൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ജാവാസ്ക്രിപ്റ്റ് ഈ ഒരു ഡീഫാൾട്ട് ബൈൻഡിങ് ആണ് യൂസ് ചെയ്യുന്നത്. അത് ഡീഫാൾട്ട് ആയിട്ടുള്ളത് എന്നർത്ഥം. ഇപ്പൊ നമ്മള് വിൻഡോ ഒബ്ജക്റ്റിൽ അതായത് ഗ്ലോബൽ സ്കോപ്പിൽ ഈ ഒരു വാല്യൂ ദിസിന്റെ വാല്യൂ ചെക്ക് ചെയ്യും. എക്സിസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ അതായിരിക്കും. ഇൻ
എസ്പെഷ്യലി നോൺ സ്ട്രിക്ട് മോഡിൽ കേട്ടോ. ഇപ്പൊ നോൺ സ്ട്രിക്ട് മോഡിലാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ദിസിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഗ്ലോബൽ ഒബ്ജക്റ്റ് ആയിരിക്കും. ഗ്ലോബൽ ഒബ്ജക്റ്റിൽ അതായത് ഗ്ലോബലി സ്കോപ്പിൽ ഇത് ചെക്ക് ചെയ്യും ഈ ഒരു പർട്ടിക്കുലർ വാല്യൂ എക്സിസ്റ്റിംഗ് ആണോ എന്ന്, അതെടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ അൺഡിഫൈൻഡ് ആയിരിക്കും. സ്ട്രിക്ട് മോഡിലാണെങ്കിൽ ദിസ് ഓൾവേസ് എന്തായിരിക്കും, വാല്യൂ നമ്മളൊരു ഡിഫൈൻ ചെയ്യാത്ത വാല്യൂ ആണെന്നുണ്ടെങ്കിൽ അൺഡിഫൈൻഡ് ആയിരിക്കും. അതായത് ഞാനിതൊന്ന് കമന്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പൊ നമ്മളൊരു ഫംഗ്ഷനെ കോൾ ചെയ്യുവാണ്, ഡിഫൈൻ ചെയ്യുവാണ് ഗ്രീറ്റ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് കൺസോൾ ചെയ്യുവാണ് ദിസ് ഡോട്ട് നെയിം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇംപ്ലിസിറ്റ്ലി ഇതിനൊരു വാല്യൂ ഇല്ല, എക്സ്പ്ലിസിറ്റ്ലി വാല്യൂ ഇല്ല, ന്യൂ കീവേഡ് ഒന്നും നമ്മൾ പാസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഈ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. എന്തായി, വാല്യൂ അൺഡിഫൈൻഡ് ആയി. ഇനി നമ്മൾ ഗ്ലോബലി ഈ ഒരു വാല്യൂ സെറ്റ് ചെയ്യുകയാണെന്ന് വിചാരിച്ചു. അതായത് വിൻഡോ, നമ്മളൊരു ഗ്ലോബലി സെറ്റ് ചെയ്യുമ്പോൾ അത് വിൻഡോ ഒബ്ജക്റ്റിന്റെ പാർട്ടാവും. നമ്മൾ നോഡ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഗ്ലോബൽ ഡോട്ട് നെയിം എന്ന് പറഞ്ഞിട്ട് വിൻഡോ ഒബ്ജക്റ്റിന് മാനുവലി സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു നെയിം സെറ്റ് ചെയ്യുകയാണ്. അപ്പൊ കണ്ടോ, ആ ഒരു ഗ്ലോബൽ സ്കോപ്പ് ചെയ്യുന്ന വാല്യൂ അക്സസ് ചെയ്തു. അപ്പം ഡീഫാൾട്ട് ആയിട്ട് നമ്മൾ ഈ ഒരു എക്സ്പ്ലിസിറ്റ്ലി ഇംപ്ലിസിറ്റ്ലി ഒന്നും ഒരു ഒബ്ജക്റ്റിന് വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു വിൻഡോ ഒബ്ജക്റ്റ് ആയിരിക്കും, അതായത് ഗ്ലോബൽ ഒബ്ജക്റ്റ് ആയിരിക്കും ദിസ് എന്ന് പറയുന്നത്. ഗ്ലോബൽ ഒബ്ജക്റ്റിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടി എക്സിസ്റ്റിംഗ് ആണെങ്കിൽ അതെടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ ഇപ്പൊ വേറെ ഏതെങ്കിലും പ്രോപ്പർട്ടി ജസ്റ്റ് ക്ലാസ്സിനാണ് കൊടുക്കുന്നതെന്ന് വിചാരിച്ചു, അപ്പൊ അൺഡിഫൈൻഡ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഇത് നോൺ സ്ട്രിക്ട് മോഡിലാണ് വർക്ക് ചെയ്യുന്നത്. സ്ട്രിക്ട് മോഡിൽ ഓൾവേസ് നമ്മളിത് എന്തായിരിക്കും, അൺഡിഫൈൻഡ് ആയിരിക്കും. ഇനി ഇതിന്റെ പ്രയോറിറ്റി, അതായത് 4 ടൈപ്പ് ബൈൻഡിങ് കണ്ടു. ഇതിൽ ഫസ്റ്റ് പ്രയോറിറ്റി വരുന്നത് ന്യൂ ബൈൻഡിങ് ആണ്. അത് കഴിഞ്ഞ് എക്സ്പ്ലിസിറ്റ് ബൈൻഡിങ്, ഇംപ്ലിസിറ്റ് ബൈൻഡിങ്, ഫൈനലി ആയിരിക്കും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലാണ് ഈ ഒരു ഡീഫാൾട്ട് ബൈൻഡിങ് വർക്ക് ആവുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതിരുന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇതുപോലെ അഡ്വാൻസ്ഡ് ടോപ്പിക് ലൈക്ക് പ്രോട്ടോടൈപ്പ്, ക്ലാസ്, ജനറേറ്റേഴ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നമുക്കൊരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ. അതുപോലെ ജാവാസ്ക്രിപ്റ്റിന്റെ വേറൊരു അഡ്വാൻസ്ഡ് കോൺസെപ്റ്റ് ആണ് അസിൻക്രണസ് ഫംഗ്ഷൻ. അത് നമ്മൾ ഓൾറെഡി ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ, കണ്ടിട്ടില്ലാത്തവര്.